ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നിരിക്കുകയാണ്. ഈ ദിവസം കർത്താവ് എന്താണ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കതിനായിട്ട് വചനം വായിക്കാം. ഹഗ്ഗായി 2:3. അവിടെ ഇങ്ങനെ പറയുന്നത്, നിങ്ങളിൽ ഈ ആലയത്തെ അതിൻ്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആർ ശേഷിച്ചിരിക്കുന്നു? ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ? അപ്പോൾ ഇവിടെ ഒരു ആലയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ആലയത്തിന് എന്തുണ്ടായിരുന്നു? ഈ ആലയത്തിന് ആദ്യത്തിൽ വളരെയധികം മഹത്വമുണ്ടായിരുന്നു. ആ മഹത്വത്തോടെ കണ്ട ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. ആ മഹത്വത്തോടെ കണ്ടിട്ട് ഇപ്പോൾ അതിൻ്റെ മഹത്വം നഷ്ടപ്പെട്ട് അതിൽ ഇടിഞ്ഞിരിക്കുന്നൊരവസ്ഥയെ കണ്ടു കഴിഞ്ഞപ്പം ഇവരുടെ ഹൃദയത്തിന് എന്തു പറ്റി? ഒത്തിരി ഒരു വേദന വന്നു. ദൈവമേ, എന്ത് മഹത്വമുണ്ടായിരുന്ന ആലയമായി ഇപ്പം ഏതുമില്ലാത്ത പോലെ ആയല്ലോ എന്ന് പറഞ്ഞ് ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്നൊരനുഭവം. അതാണ് ഇവിടെ കാണുന്നത്. കാരണം ആലയത്തിന് എന്തുണ്ടായിരുന്നു? ആദ്യം വളരെയധികം മഹത്വമുള്ളൊരാലയമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആലയത്തിൻ്റെ മഹത്വം നഷ്ടപ്പെട്ട് ഏതുമില്ലാത്ത പോലെ ആയതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ എന്താണ്? വല്ലാത്ത ഒരു ധൈര്യം നഷ്ടപ്പെടുന്ന ഒരു അനുഭവം വരികയാണ്. ഇപ്പോഴോ സെരുബ്ബാബേലേ, ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ സെരുബ്ബാബേലിനെ വിളിച്ചിട്ട് ദൈവം പറയുകയാണ്, ഇപ്പം എന്താണ്? നീ ധൈര്യപ്പെടുക. മഹാപുരോഹിതനായ യഹോസാദാക്കിൻ്റെ മകനായ യോശുവേ, ധൈര്യപ്പെടുക. ദേശത്തിലെ സകല സൈന്യവുമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്യുവിൻ. എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ വിളിച്ചിട്ട് ധൈര്യപ്പെടാൻ പറയുന്നത്? കാരണം ഇവരുടെ മനസ്സെല്ലാം വളരെ ഇടിഞ്ഞിരിക്കുകയാണ്. ഏതുമില്ലാത്തതുപോലെ ഈ ആലയമായിപ്പോയല്ലോ, എന്ത് മഹത്വത്തിലിരുന്നതാ, ഇപ്പോൾ ഏതുമില്ലാത്തതുപോലെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ഇവർ വളരെ ധൈര്യം നഷ്ടപ്പെട്ട് മനസ്സിടിഞ്ഞിരിക്കുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് കർത്താവ് അവരോട് പറയുന്നത് ധൈര്യപ്പെടുക. വീണ്ടും വീണ്ടും അവരെ ഉറപ്പിക്കുകയാണ് ദൈവം, ധൈര്യപ്പെടുക. ധൈര്യപ്പെട്ട് വേല ചെയ്ത് തുടങ്ങാനാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ധൈര്യപ്പെട്ട് വേല ചെയ്യാൻ കഴിയുന്നത്? ഇവിടെ താഴത്തെ വചനം പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അപ്പം ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ട്, ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ധൈര്യപ്പെട്ട് വേല ചെയ്യുമെന്ന് ഇവിടെ വചനം പറയുകയാണ്. ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുന്നല്ലോ, അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെട്ട് വേല ചെയ്യാൻ തുടങ്ങാൻ. അപ്പം മനസ്സിടിഞ്ഞും മനസ്സിനകത്ത് ധൈര്യം തീരെ ഇല്ലാതെയും ഇരിക്കുന്ന ഈ ജനത്തോട് ദൈവത്തിൻ്റെ ആത്മാവോടെ സംസാരിക്കുകയാണ്, നിങ്ങൾ ധൈര്യപ്പെടുക, ധൈര്യപ്പെട്ട് വേല ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഇത് നമ്മുടെ ജീവിതവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പഴയ കാലം നോക്കുമ്പോൾ അത് ആത്മീയമാകാം, ഭൗതികമാകാം. നമ്മൾ ആത്മീയമായി നല്ല ഉന്നമനത്തിൽ നിന്നൊരു കാലമുണ്ടാകാം, ഭൗതികമായി നല്ല രീതിയിൽ നിന്നൊരു കാലത്തിൽ നിന്ന് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ നോക്കുമ്പോൾ നമുക്ക് വളരെ പ്രയാസം, ധൈര്യഹീനരായി പോകുന്നൊരനുഭവം. ആദ്യം നമ്മൾ ദൈവത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രയോജനപ്പെട്ടു, ഇപ്പോൾ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ നിരാശപ്പെട്ടും ദൈവസന്നിധിയിൽ നിന്ന് ഒത്തിരി അകന്നു വല്ലാത്തൊരവസ്ഥയിൽ നമ്മളിരുന്ന് ധൈര്യഹീനരായി നമ്മളിരിക്കുന്നൊരവസ്ഥയിൽ ദൈവസന്നിധി വന്നിരുന്നു നമ്മൾ വളരെയധികം നിരാശയോടെ പ്രയാസത്തോടെ ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ ദൈവാത്മാവ് പറയുകയാണ്, ധൈര്യപ്പെടുവിൻ. നിങ്ങളുടെ പഴയ അവസ്ഥ ഓർത്തിട്ട് ഇപ്പോഴത്തെ അവസ്ഥ ഓർത്ത് നിങ്ങൾ എന്താണ്? ധൈര്യഹീനരായി പോകേണ്ട, ധൈര്യപ്പെടുവിൻ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ശക്തീകരിക്കുക. പലപ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ അത്രയേറെ ആത്മാർത്ഥയോടെ ദൈവസന്നിധിയിൽ നിന്നിട്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അനുഭവമൊക്കെ കടന്നു വരുമ്പോൾ, മാനുഷികമായിട്ട് പലപ്പോഴും അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിടിഞ്ഞു പോകും. ദൈവമേ, ഞാൻ കർത്താവിന് വേണ്ടിയൊക്കെ നിന്നൊരു വ്യക്തിയാണല്ലോ, ഇപ്പോൾ എനിക്ക് അതിനൊന്നും പറ്റുന്നില്ലല്ലോ, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ ഒത്തിരി പുറകോട്ടായല്ലോ എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെട്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയാതിരിക്കുന്നൊരവസ്ഥയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അറിയുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്, നിങ്ങൾ നിരാശപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. എന്താണ്? നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അപ്പം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാൻ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ, പഴയ അവസ്ഥകളെ ഓർത്ത് നമ്മൾ നിരാശപ്പെട്ടിരിക്കേണ്ട. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ കർത്താവ് പറയാം, ധൈര്യപ്പെടുവിൻ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അതേത് അവസ്ഥയാണെങ്കിലും, ഭൗതികമായിട്ടും ഉള്ള അവസ്ഥയാണെങ്കിലും ആത്മീയമായിട്ടുള്ള അവസ്ഥയാണെങ്കിലും ഏത് അവസ്ഥയാണെങ്കിലും പഴയ അവസ്ഥകളെ നോക്കി ധൈര്യഹീനരായി നിരാശപ്പെട്ടിരിക്കുന്ന ഒരു അനുഭവമാണെങ്കിൽ കർത്താവ് നമ്മളെ ഈ വചനത്തിലൂടെ ഉറപ്പിക്കുകയാണ്, ധൈര്യപ്പെടുവിൻ. വീണ്ടും വീണ്ടും പറയുവാണ്, ധൈര്യപ്പെടുവിൻ, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് ധൈര്യപ്പെട്ട് വേല ചെയ്ത് തുടങ്ങാൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് വെക്കാനാണ് കർത്താവ് പറയുന്നത്. ധൈര്യത്തോടെ ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് വെച്ചോ, കർത്താവ് എന്താണ്? നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ധൈര്യപ്പെടുവിൻ. ഈ വചനങ്ങളെ ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ.